പ്രിയ സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ എന്നും തീവ്രവാദ രാഷ്ട്രീയത്തെ താലോലിക്കുന്ന ഒരു രാജ്യമാണ്. വെറുപ്പിൻ്റെയും അതുപോലെ ജനാധിപത്യമില്ലായ്മയുടെയും അധികാരഭ്രാന്തിൻ്റെയും ഒരു രാജ്യമാണ്. ജനാധിപത്യപരമായി ആ രാജ്യം ഒരു വൻപിച്ച പരാജയമാണ്. ഇന്ത്യയോട് മാത്രമല്ല അവർ യുദ്ധം നടത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ബംഗ്ലാദേശ്, കിഴക്കൻ പാകിസ്ഥാനിലെ പാവപ്പെട്ട മനുഷ്യർക്ക് പാകിസ്ഥാൻ്റെ അധികാരത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും നൽകാതെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടപ്പോഴാണ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുമായി പാകിസ്ഥാൻ യുദ്ധം ചെയ്തു. 1971 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി റഷ്യയുടെ സഹായത്തോടുകൂടി റഷ്യയുടെ ആയുധബലത്തിൽ പാകിസ്ഥാനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിച്ചു. ഈ പാകിസ്ഥാൻ്റെ എന്നും നിരന്തരം ആക്രമിക്കുവാനും എന്നും ശത്രുത നിലനിർത്തുവാനുമുള്ള ഒരു പ്രവണത വന്നത് പാകിസ്ഥാൻ അധീന കാശ്മീർ, ഇന്ത്യയുടെ ഭൂമിയായിട്ടുള്ള പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള ആ കാശ്മീരിന് വേണ്ടിയിട്ടുള്ള വാദമാണെന്നും അവർ നടത്തുന്നത്. അതുമാത്രവുമല്ല, വീണ്ടും കാശ്മീർ അവർക്ക് വേണം, അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധിക്കാരപരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൻതോതിൽ ആയുധങ്ങളും അതുപോലെ സ്ഫോടകശേഷിയുള്ള വലിയ തരത്തിലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ത്യയുടെ ഹൃദയഭൂമിയായിട്ടുള്ള കാശ്മീരിനെ ആക്രമിക്കുകയും കാശ്മീരിലെ ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രകോപനം തുടങ്ങിയിട്ട് 1-2 വർഷമോ ഒന്നുമല്ല ആയിട്ടുള്ളത്. വളരെ കാലമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സംഘാടനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ഫലമായിട്ടാണ് നിരന്തരമായി അവർ ഈ ജമ്മു കാശ്മീരിൽ പലപ്പോഴും ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും ഒക്കെ നിരന്തരമായ ജാഗ്രതയിലാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത് തന്നെ. അടുത്ത കാലത്തായി അല്പം ശാന്തമായി എന്ന് തോന്നിയ ഭീകരപ്രവർത്തനം വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടി അവിടെ ഇപ്പോൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അവിടെ എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകളെ ഏതാണ്ട് 36ഓളം ഇന്ത്യൻ പൗരന്മാരെ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഇന്ത്യൻ പൗരന്മാരെയാണ് അവർ അതിഭീകരമായി, മൃഗീയമായി, നിന്ദ്യമായി കൊലപ്പെടുത്തിയത്. അതിനുള്ള പ്രതികാരമെന്ന നിലയിലാണ് ലഷ്കർ-ഇ-തയ്യിബ ഉൾപ്പെടെയുള്ളവരുടെ സങ്കേതങ്ങൾ പാകിസ്ഥാനിൽ ചെന്ന ഇന്ത്യൻ സൈന്യം, ഇന്ത്യയുടെ കരസേനയുടെയും വായുസേനയുടെയും ജലസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ ആസൂത്രിതമായ, കൃത്യമായ, കാര്യക്ഷമമായ ആക്രമണത്തിലൂടെ അവരുടെ ആസ്ഥാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുവാനും ഭീകരവാദികളിൽ ഉഗ്രഭീകരവാദികളായ പലരെയും നിഗ്രഹിക്കുവാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. വീണ്ടും അവർ അതിന് പകരമായി നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളെയും അവരുടെ വീടുകളെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്ന ഒരു ഹീനമായ യുദ്ധതന്ത്രം ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത്
സർവനാശകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഈ ഭീകരവാദത്തെ അനുകൂലിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇന്ത്യ എന്നും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പറുദീസ എന്നാണ് ലോകത്തറിയപ്പെടുന്നത്. നാം ഒരിക്കലും ഒരു ഭീകരവാദത്തെയും അംഗീകരിക്കുകയോ വളർത്തുകയോ ഭീകരവാദികൾക്ക് താവളമൊരുക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇതിനകത്ത് രഹസ്യമായൊരു സത്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയായി ഈ പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ്റെ ധൈര്യമെന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ അമേരിക്കയുടെ ആയുധങ്ങളായിരുന്നു. അവർക്ക് ആയുധം വിൽക്കുവാനുള്ള കാര്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളെ അമേരിക്ക കണ്ടിരുന്നത്. ഇന്ന് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി തനതായ ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്ന് തന്നെ മുമ്പ് ശേഖരിച്ചു വെച്ചിട്ടുള്ളവയും ഫ്രാൻസിൽ നിന്നുമൊക്കെ വൻ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആയുധങ്ങളുടെ ശേഖരവും ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ മാത്രമേ ശോഭിക്കുകയുള്ളൂ. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനും പരസ്പരം സമാധാനത്തിൽ എത്തിച്ചേരാനുമുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരുടെ ജീവഹാനിക്ക് അത്തരത്തിലുള്ള അവരുടെ ശാരീരികമായ വൈകല്യങ്ങൾക്ക് സർവനാശത്തിന് സമ്പദ്നാശത്തിന് കാരണമായി തീർന്നേക്കാവുന്ന ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് മുൻകൈ ഇപ്പോൾ എടുക്കേണ്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അല്ലെങ്കിൽ വലിയ വില ഈ യുദ്ധത്തിന് കൊടുക്കേണ്ടി വരും.